അപ്പോൾ ഇന്ന് ഒബ്സ്റ്റേക്കിൾ അവോയ്ഡിങ് റോബോട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഇപ്പോൾ പാർട്ടായിട്ടാണ് ഇത് കാണിക്കാൻ പറ്റുള്ളൂ. ഇത് പാർട്ട് 1 വീഡിയോ ആണ്. അപ്പോൾ ഇത് ആദ്യത്തെ സ്റ്റേജ് നമ്മൾ ഈ വയർ കട്ട് ചെയ്യണം. ഈ വയർ കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗിയർ മോട്ടറുണ്ട്. ഗിയർ മോട്ടറിൽ ഒട്ടിക്കാനുള്ള സോൾഡർ ചെയ്ത് ഒട്ടിക്കാനുള്ള വയറാണ് നമ്മൾ കട്ട് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് ഇതാണ്. വയറുകൾ കട്ട് ചെയ്ത് എത്ര മോട്ടറാണോ നമുക്ക് ആവശ്യം ആ മോട്ടർ. ഇപ്പോൾ ബൾക്കോടെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തൽക്കാലം മോട്ടർ ഒട്ടിക്കുന്ന വീഡിയോ ആണ് ഈ പാർട്ട് 1 കാണിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് ഇപ്പോൾ ഒരു റോബോട്ടിന് വേണ്ടിയല്ല, ഇതിപ്പോൾ ഒരു 10 റോബോട്ടിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് എല്ലാം കൂടെ ഒരുമിച്ച് സോൾഡർ ചെയ്യാൻ വേണ്ടിയാണ് ഒരുമിച്ച് കട്ട് ചെയ്ത് പീസാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ ഒട്ടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇതാണ് വീല് ഘടിപ്പിക്കുന്ന ഗിയർ മോട്ടർ. അപ്പോൾ ഇത്രയും മോട്ടർ നമുക്ക് റോബോട്ട് ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ഒരു റോബോട്ടിന് 2 മോട്ടർ മതി. അപ്പോൾ ഇതാണ് മോട്ടർ, കണ്ടില്ലേ? ഒറ്റ ലിവർ വരുന്ന ഒരു വീല് പിടിപ്പിക്കുന്ന ഒറ്റ ലിവർ. 2 ലിവർ വരുന്ന മോട്ടറുകളുണ്ട്. ഇതിപ്പോൾ ആവശ്യം ഒരു വീല് പിടിപ്പിക്കുന്ന മോട്ടറാണ്, കണ്ടില്ലേ? ആ വെള്ള അതിലാണ് മോട്ടർ ഇത് വീല് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നിരത്തി വെച്ചിട്ട് ആദ്യം സോൾഡർ ചെയ്ത് വയർ പിടിപ്പിക്കുക എന്നതാണ് ആദ്യഘട്ടം. അപ്പോൾ നമ്മളിത് ആദ്യഘട്ടം വയർ സോൾഡർ ചെയ്യുന്ന വീഡിയോ ആണ് ഇതിപ്പോൾ കാണിക്കുന്നത്. പിന്നാലെ ബാക്കിയുള്ള വീഡിയോകളും വരുന്നതാണ്. അപ്പോൾ മോട്ടറുകളൊന്ന് സോൾഡർ ചെയ്യാൻ കണക്കായി എളുപ്പത്തിന് നിരത്തി വെച്ചിട്ട് സ്പീഡായിട്ട് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് വയർ സോൾഡർ ചെയ്യാനാണ് നോക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒട്ടിച്ചൊട്ടിച്ച് സോൾഡർ ചെയ്ത് പോകാം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെ നിരത്തി വയ്ക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം സോൾഡറിങ് പേസ്റ്റ് എടുത്ത് ഒട്ടിക്കുന്ന ആ ലെഡ് എല്ലാം അപ്ലൈ ചെയ്യുകയാണ്. എല്ലാം ഒരുമിച്ച് അപ്ലൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അല്ലെങ്കിൽ ഓരോ മോട്ടർ ഓരോന്നെടുത്ത് സോൾഡർ ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കും. ഇതാകുമ്പോൾ എല്ലാം അപ്ലൈ ചെയ്ത് വെച്ചിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ട് അതിൽ വയർ പിടിപ്പിക്കുക എന്നുള്ളൊരു ഇതാണ് നോക്കുന്നത്. അപ്പോൾ എല്ലാത്തിലും ആദ്യം ഈ സോൾഡറിങ് പേസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞ് അയൺ എടുത്ത് ഇനി ഒന്ന് ഈ വയറുമായിട്ട് സോൾഡർ ചെയ്യണം. ഈ വയറാണ് ആ ലെഡിലോട്ട് സോൾഡർ ചെയ്യേണ്ടത്. അപ്പോൾ വയർ സോൾഡർ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളെ സോൾഡറിങ് ലെഡ് ആ 2 കണക്ടറിലോട്ടും നമ്മൾ സോൾഡർ ചെയ്ത് ഉരുകി പിടിപ്പിക്കേണ്ടതാണ്, അല്ലേ? അപ്പോൾ അത് എല്ലാം അതിൽ ഉരുകി പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ വയർ വെച്ച് സോൾഡർ ചെയ്ത് പെട്ടെന്ന് ഇങ്ങ് പോകും. അപ്പോൾ ഇത് ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഒരു ഇത്രയും നിരത്തി വെച്ചിരിക്കുന്ന മോട്ടർ പെട്ടെന്ന് വയർ സോൾഡർ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു മോട്ടറായിട്ടല്ല ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു 10-15 മോട്ടറിന് വേണ്ടി നമുക്കൊരു ഓർഡർ വന്ന് അങ്ങനെ അതിന് വേണ്ടിയാണ് ഇത്രയും മോട്ടർ ഒരുമിച്ച് അങ്ങ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം കട്ട് ചെയ്ത വയർ മോട്ടറിലേക്ക് നമുക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. കണ്ടില്ലേ, ഇതാണ്. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും കറക്റ്റ് നോക്കി ഇതിങ്ങനെ ഒട്ടിക്കണം. പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോയാൽ മോട്ടർ തിരിച്ച് കറങ്ങും. വേറെ പ്രശ്നമൊന്നുമില്ല, തിരിച്ച് കറങ്ങും എന്നുള്ള ഒരു കുഴപ്പമേ ഉള്ളൂ. അപ്പോൾ വയർ തിരിച്ച് മാറ്റി സോൾഡർ ചെയ്താൽ മതി, വയർ അഥവാ തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ. അപ്പോൾ മോട്ടർ കമത്തി വെച്ചിട്ട് അതിൻ്റെ വലത് സൈഡിലാണ് പോസിറ്റീവ് വരുന്നത്, അല്ലേ? അപ്പോൾ ഇതുപോലെ അങ്ങ് എല്ലാം സോൾഡർ ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പറ ഇതുപോലെ സോൾഡർ ചെയ്ത് അങ്ങ് പോവാം. അപ്പോൾ ഏതാണ്ട് ഇതിപ്പോൾ ഒരു 200 മോട്ടറുണ്ട്. ആ കവറിൽ ഞാൻ കാണിച്ച 200 മോട്ടറുണ്ട് സോൾഡർ ചെയ്യാൻ.
അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. മോട്ടർ സോൾഡർ ചെയ്ത് ഫിനിഷായിരിക്കുകയാണ് അല്ലേ. ഇത്രയും മോട്ടർ ഫിനിഷ് ചെയ്തിരിക്കുന്നു. അപ്പം ബാക്കി ഇനി അപ്പോൾ കവറിലിരിക്കുന്നത് കൂടെ ചേർത്ത് മോട്ടർ വയർ സോൾഡർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അടുത്ത പാർട്ട് 2-ൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് കാണാം. ഓക്കെ, ബൈ.